B.R. അംബേദ്കറിൻ്റെ ബാക്ക് ഫ്രം ദ വെസ്റ്റ് ആൻഡ് അണേബിൾ ടു ഫൈൻഡ് ലോഡ്ജിങ് ഇൻ ബറോഡ എന്നുള്ള എസ്സേയാണ് നമ്മൾ നോക്കുന്നത്. സോ B.R. അംബേദ്കർ, പോപ്പുലർലി നോൺ ആസ് ബാബ സാഹിബ് അംബേദ്കർ, അദ്ദേഹം ഒരു ഗ്രേറ്റ് ഇൻ്റലക്ച്വൽ ആയിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു, പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. മഹർ കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. അത് ഈ കാസ്റ്റ് സിസ്റ്റം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ അൺടച്ചബിൾ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് യു നോ ദാറ്റ് അംബേദ്കർ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനൊക്കെ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് ഫേസ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹം കാസ്റ്റ് ഒപ്രഷനെതിരെയും സോഷ്യൽ ഇനിക്വാളിറ്റിക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അക്കാഡമിക്കലി വളരെ എക്സൽഡ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ഒക്കെ അദ്ദേഹം ഡിഗ്രീസ് എടുത്തിട്ടുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ടൈമിൽ. അപ്പോൾ അംബേദ്കർ അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ തന്നെ ചീഫ് ആർക്കിടെക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇക്വാളിറ്റി, ലിബർട്ടി, സോഷ്യൽ ജസ്റ്റിസ്, ഫ്രറ്റേണിറ്റി പോലുള്ള ഐഡിയാസ്, വിമൻ റൈറ്റ്സ്, ലേബർ റൈറ്റ്സ്, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്യാമ്പയിൻ ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. 1956 അദ്ദേഹം മരിക്കുന്നത്. ബുദ്ധിസം അദ്ദേഹം ആ സമയത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഹൂ വെയർ ദ ശൂദ്രാസ്, ദ അൺടച്ചബിൾസ്, ഓട്ടോബയോഗ്രഫിക്കൽ നറേറ്റീവാണ് വെയിറ്റിംഗ് ഫോർ എ വീസ എന്നുള്ളത്. ഓക്കെ, സോ നമുക്കിപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ എസ്സേ ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആ എസ്സേയുടെ ടൈറ്റിലാണ് വെയിറ്റിംഗ് ഫോർ വിസ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു നറേറ്റീവാണ് വെയിറ്റിംഗ് ഫോർ വിസ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് അദ്ദേഹം നറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ്. അതായത് ഇന്ത്യയിലെ അൺടച്ചബിലിറ്റിയിൽ അദ്ദേഹം കണ്ടുപിടിച്ച കുറച്ച് ഹാർഷ് റിയാലിറ്റീസ്, അതിനെ എക്സ്പോസ് ചെയ്യുന്നതാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി അല്ല. ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻസിഡൻസും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളരെ ഡിയർ ആൻഡ് നിയർ വൺസ് ഫേസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് ആണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു വെയിറ്റിംഗ് ഫോർ വിസ എന്ന് പറയുന്ന വർക്കിനകത്ത്, ആ ഒരു എസ്സേക്കകത്ത് ബാക്ക് ഫ്രം ദ വെസ്റ്റ് ആൻഡ് അണേബിൾ ടു ഫൈൻഡ് ലോഡ്ജിങ് ഇൻ ബറോഡ, ആ ഒരു എപ്പിസോഡിൽ അദ്ദേഹം കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹയർ സ്റ്റഡീസ് എബ്രോഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യയിലോട്ട് റിട്ടേൺ ചെയ്ത് വളരെ എക്സ്പെക്ടേഷൻസോടുകൂടിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ബറോഡ എന്നുള്ള സ്ഥലത്ത് ഗവൺമെൻറ് സർവീസ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ക്വാളിഫിക്കേഷൻസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഹി വാസ് ആക്ച്വലി ട്രീറ്റഡ് ആസ്, അല്ലെങ്കിൽ ഒരു അൺടച്ചബിൾ കാസ്റ്റായിട്ടായിരുന്നു ഇദ്ദേഹത്തിനെ എല്ലാവരും ട്രീറ്റ് ചെയ്തിരുന്നത്. എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ കാസ്റ്റിനായിരുന്നു ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ 1960 അദ്ദേഹം ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ജേർണിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. അതായത് അമേരിക്കയിൽ ഇദ്ദേഹം ഹി വാസ് സെൻറ്റ് ടു അമേരിക്ക ബൈ ദി മഹാരാജ ഓഫ് ബറോഡ. സ്കോളർഷിപ്പൊക്കെ കിട്ടി ഹയർ സ്റ്റഡീസിന് വേണ്ടി ബറോഡയിലെ മഹാരാജ തന്നെയാണ് ഇദ്ദേഹത്തിനെ അവിടെ അയക്കുന്നത്. ഈ സ്കോളർഷിപ്പ് അംബേദ്കറിൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസും ആ ഒരു എഡ്യൂക്കേഷനും ഒക്കെ കുറച്ചും കൂടി ഒന്ന് റിഫൈൻഡ് ആവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ വിട്ടത് തന്നെ. ബറോഡ സ്റ്റേറ്റിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാനും ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെയാണ് ഇദ്ദേഹത്തിനെ വിട്ടത്. പക്ഷേ ഐറോണിക്കലി അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെറിറ്റ് ആരും റെക്കഗ്നൈസ് ചെയ്തില്ല ബിക്കോസ് ഓഫ് ഹിസ് കാസ്റ്റ്. അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ആൻഡ് അങ്ങനെ കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിൽ അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ച്, സോഷ്യോളജിയെക്കുറിച്ച്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഫിലോസഫിയൊക്കെ പഠിച്ചു. ആൻഡ് അമേരിക്കയിലുള്ള ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്ഫർമേറ്റീവ് ആയിരുന്നു. കാരണം അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനൊന്നും ഇല്ല, അല്ലേ? ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് അദ്ദേഹത്തിന് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് അവിടെ ജീവിക്കാൻ സാധിച്ചു. ലേറ്റർ അദ്ദേഹം ലണ്ടനിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നല്ല ഹയസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടണം, പബ്ലിക് സർവീസിന് വേണ്ടി അത് യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അംബേദ്കർ ഒരു വിക്റ്റിം ആകാതെ ഒരു ബ്രില്യൻ സ്കോളറായിട്ട് അദ്ദേഹം മാറിയെന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് സ്ലോഗനാണ് എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ അംബേദ്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിനെ ഇൻ്ററപ്റ്റ് ചെയ്തത്. അതായത് ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നു. ബറോഡ സ്റ്റേറ്റാണ് ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫണ്ട് ചെയ്തിരുന്നെങ്കിലും ലീഗലി ആൻഡ് മോറലി ഇദ്ദേഹം അതുകൊണ്ട് തന്നെ തിരിച്ചിവിടെ വന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സെർവ് ചെയ്യണം. അപ്പോൾ അതൊരു പേഴ്സണൽ ഡിസിഷൻ അല്ലായിരുന്നു, ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹം വെളിയിൽ പഠിക്കാൻ പോയത്. കാരണം തിരിച്ചിവിടെ വന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യണം.
സോ അക്കാഡമിക് കരിയർ എബ്രോഡിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ഇദ്ദേഹത്തിന് തിരിച്ചിങ്ങോട്ട് വരണം എന്നുള്ളൊരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തിരിച്ച് അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, മഹാരാജയായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടും മഹാരാജയാണല്ലോ വിട്ടതും, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ടും അദ്ദേഹം ഇവിടെ വന്നു തിരിച്ച്. അംബേദ്കർ ഇൻഫോം ചെയ്യുന്നുണ്ട് റീഡേഴ്സിന്, അതായത് ഗവൺമെൻറ് സർവീസ് പിന്നീട് അദ്ദേഹം നിർത്താനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നും താല്പര്യമില്ല. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം സോഷ്യൽ ഹ്യൂമിലേഷനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചോ പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ല അദ്ദേഹം ഈ ഒരു എസ്സേ സംസാരിക്കുന്നത്. സോഷ്യൽ ഹ്യൂമിലേഷൻ, ഇദ്ദേഹം ഫേസ് ചെയ്ത സോഷ്യൽ ഹ്യൂമിലിയേഷനെ കുറിച്ചാണ്, നാണക്കേടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ തിങ്കറാണ്. പക്ഷെ അപ്പം ഈ ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഇവരുടെ ലൈഫിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇഷ്ടം. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് പാരഗ്രാഫ് 4 അദ്ദേഹം കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അംബേദ്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും സെവറൽ ഇയേഴ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആൻഡ് അദ്ദേഹം ഈ അൺടച്ചബിൾ കാസ്റ്റിലാണ് ജനിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. വെസ്റ്റേൺ സൊസൈറ്റിയിൽ ആളുകളാരും ബൈ ബർത്ത് അല്ലെങ്കിൽ എബിലിറ്റി കാസ്റ്റിൻ്റെ പേരിൽ ആരെയും ജഡ്ജ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ ജനിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ പോയി പഠിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹ്യൂമൻ ഡിഗ്നിറ്റിയെക്കുറിച്ച് ഇക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ഭയങ്കര മതിപ്പോടുകൂടിയാണ് ജീവിക്കാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ കാല് കുത്തിയപ്പോൾ തന്നെ റിയാലിറ്റി റിട്ടേൺ ചെയ്തു. ഫസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ പുതിയ ജോലിയല്ലായിരുന്നു, താമസിക്കാൻ ഒരു സ്ഥലം, അതായിരുന്നു അദ്ദേഹം തേടിക്കൊണ്ടിരുന്നത്. ഹിന്ദു ഹോട്ടൽസ് ഒന്നും ഇദ്ദേഹത്തിനെ കയറ്റിയില്ല, കാരണം കാസ്റ്റ് വേറെ ആയതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തോ ചെയ്തു, ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം ഈ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്തു. കാരണം എന്താ, വേറെ കോൺസിക്വൻസസ് ഒക്കെ, സത്യം അറിയുമ്പം കോൺസിക്വൻസസ് ഒക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അങ്ങനത്തുള്ള ഇതിലൊന്നും മുതിർന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, എവിടെ പോകും, ആരെന്നെ ഏറ്റെടുക്കും. ഹൈലി എഡ്യൂക്കേറ്റഡ് ഗവൺമെൻറ് ഓഫീസറാണെങ്കിൽ പോലും എവിടെ ഉറങ്ങും എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കര ആൻസൈറ്റി. അല്ലാതെ സാലറിയുടെ കാര്യത്തിലോ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ ലോൺലി ആയിട്ട് ഇൻസെക്യൂർ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന്. ആൻഡ് അംബേദ്കർ ഫ്രണ്ട്സിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. അവരൊക്കെ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതായത് ഈവൻ എഡ്യൂക്കേറ്റഡ് ഫ്രണ്ട്സ് പോലും ചിലപ്പം അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സൊസൈറ്റിയുടെ പ്രഷർ മൂലം ഇദ്ദേഹത്തിനെ അക്കമഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മടിച്ചാലോ. അപ്പോൾ അവർക്കൊക്കെ പേഴ്സണലി ഇദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിലും കാസ്റ്റിൻ്റെ കാര്യം വെച്ചിട്ട് ചിലപ്പോൾ അവരുടെ വീടുകളിൽ ഇദ്ദേഹത്തിനെ കയറ്റണമെന്നില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും പോയിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ നിന്നു. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. ആൻഡ് പാരഗ്രാഫ് 6 ഒരു ക്യാരേജ് ഡ്രൈവറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വൺ ഓഫ് ദി ക്യാരേജ് ഡ്രൈവേഴ്സ് ഇൻഫോംസ് അംബേദ്കർ അബൌട്ട് എ പാഴ്സി ഹോട്ടൽ. അവിടെ പേയിങ് ഗസ്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ പാഴ്സീസ് എന്ന് പറയുമ്പോൾ സ്വരാഷ്ട്രീയനിസം എന്നുള്ളൊരു റിലീജിയനാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ഈ അൺടച്ചബിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. സോ അംബേദ്കർ ബിലീവ് ചെയ്തു അവിടെയെങ്കിലും ഡിഗ്നിറ്റി ആയിട്ട് ഇദ്ദേഹത്തിന് പോയി താമസിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം കുറച്ച് പോസിറ്റീവായിട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാഴ്സി ഹോട്ടലിലോട്ട് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ അംബേദ്കർ അവിടെ എത്തി. കെയർ ടേക്കർ അദ്ദേഹത്തിനെ വാംലി റിസീവ് ചെയ്തു. ഒരു റിലീഫ് ഇദ്ദേഹത്തിന് തോന്നി, കാരണം ആ പ്രശ്നം തീർന്നല്ലോ. പക്ഷേ ഈ കെയർ ടേക്കർ നോട്ടീസ് ചെയ്തു അംബേദ്കർ ഈ സേക്രഡ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് ഒന്നും അല്ല, പാഴ്സീസ് ധരിക്കുന്ന സേക്രഡ് ആയിട്ടുള്ള തുണിയൊന്നും അല്ലായിരുന്നു ധരിച്ചിരുന്നത്. സോ ഇയാൾ അംബേദ്കറിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ആ സമയത്ത് അംബേദ്കർ എന്തായിരിക്കും യഥാർത്ഥത്തിലുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കും. അവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ലെന്നും പറഞ്ഞാണ് ആ ഒരു സ്ഥലത്ത് പോയത് ഇദ്ദേഹം. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു, എന്താണ് ഇദ്ദേഹം പേടിച്ച് അത് തന്നെ അവിടെ സംഭവിച്ചു. ആൻഡ് ആഫ്റ്റർ പാഴ്സി നെയിമിൽ അദ്ദേഹം അവിടെ പോവുകയാണ്. ഒരു കെയർ ടേക്കർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇതൊക്കെ നോട്ടീസ് ചെയ്തു. കെയർ ടേക്കറിന് ഫിനാൻഷ്യൽ ഗെയിൻ ആയിരുന്നു ഇമ്പോർട്ടൻസ്. ആൻഡ് ഒരുപാട് വിസിറ്റേഴ്സ് ഒന്നും കുറേ നാളായിട്ട് ഈ ഒരു ഹോട്ടലിൽ വരാത്തത് കൊണ്ട് കെയർ ടേക്കറിന് പേയിങ് ഗസ്റ്റിന്, അതായത് ഇദ്ദേഹത്തിന് പറഞ്ഞു വിടാനും തോന്നിയില്ല. സോ പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഇവിടെ 2 കണ്ടീഷൻസിൽ അംബേദ്കർ താമസിക്കാൻ സമ്മതിച്ചു. ഓരോ ദിവസവും 1.5 rupees പേ ചെയ്യണം ഫോർ ഫുഡ് ആൻഡ് ലോഡ്ജിങ്. ആൻഡ് പാഴ്സി നെയിമിൽ ഇദ്ദേഹം ഗസ്റ്റ് രജിസ്റ്ററിനകത്ത് കള്ളപ്പേര് എഴുതിയും വേണം.
അംബേദ്കർ ഈ ഒരു എഗ്രിമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു. ആഫ്റ്റർ അവേഴ്സ് ഓഫ് ആൻസൈറ്റി ആൻഡ് അൺസർട്ടനിറ്റി അദ്ദേഹം എന്താണ് വിചാരിച്ചു, എനിക്ക് കിടക്കാനൊരു സ്ഥലമായല്ലോ, അങ്ങനെ ഒരു റിലീഫ് വന്നു. ഹൗവർ ഈ റിലീഫ് കുറച്ചും കൂടെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് അംബേദ്കർ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, ഈ ഒരു ഹാപ്പിനെസ് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു. അപ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്കിനി നോക്കാം. എന്തായിരുന്നു ഷോർട്ട് ലിവ്ഡ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അംബേദ്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടലിൻ്റെ ഫിസിക്കൽ കണ്ടീഷനാണ്. അപ്പർ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു സ്മോൾ ബെഡ്റൂമും ടൈനി ബാത്റൂമും വലിയൊരു ലാർജ് ഹാളും ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത ഫർണിച്ചർ, ബ്രോക്കൺ ബെഞ്ചസ്, യൂസ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരുന്നു. അത് വളരെ അൺടൈഡി ആൻഡ് നെഗ്ലക്റ്റഡ് സ്പേസ് ആയിരുന്നു. അവിടെയാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. കെയർ ടേക്കർക്ക് ചായയൊക്കെ കൊണ്ടുവന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ കൊണ്ടുവന്നു. പക്ഷേ വലിയ സംസാരമൊന്നുമില്ല. കെയർ ടേക്കർ അങ്ങനെ സംസാരിക്കണമെന്ന് താല്പര്യമില്ല. ഫുഡ് കൊടുത്തിട്ട് അപ്പോഴേ പോകുമായിരുന്നു. അങ്ങനെ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അംബേദ്കർ ടൈം സ്പെൻഡ് ചെയ്തത് ആ ഹോട്ടലിൽ. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ലോൺലിനെസ് ആയിരുന്നു ഇദ്ദേഹം അവിടെ ഫേസ് ചെയ്തിരുന്നത്. ലാർജ് ബിൽഡിങ്ങിലാണെങ്കിലും ഒരു വല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇദ്ദേഹം താമസിക്കുന്ന കണക്ക് ആർക്ക് തോന്നി? ഇദ്ദേഹത്തിന് തോന്നി. കോൺവെർസേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്താണ് ഇദ്ദേഹത്തിന് വളരെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. ആൻഡ് അംബേദ്കർ അദ്ദേഹത്തിന് ഡെയിലി റുട്ടീൻ പറയുന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തു. എവറി മോർണിംഗ് അദ്ദേഹം അക്കൗണ്ട് ജനറലിൻ്റെ ഓഫീസിൽ പോകുന്നുണ്ട്. അവിടെ ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് മഹാരാജ തന്നെ അപ്പോയിൻറ്റ് ചെയ്തു ഇദ്ദേഹത്തിനെ. വീട്ടിൽ തിരിച്ച് ഓഫീസ് അവർ കഴിഞ്ഞാൽ ഇദ്ദേഹം പെട്ടെന്ന് തിരിച്ച് ഹോട്ടലിലോട്ട് വരത്തില്ലായിരുന്നു. അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ കാരണം തിരികെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുമല്ലോ. സോ എവറി ഈവനിങ് അദ്ദേഹം തിരിച്ച് വന്നുകൊണ്ടിരുന്നത് ഭയങ്കര വിഷമിച്ചും ഒക്കെ ആയിരുന്നു. മാക്സിമം ടൈം ഓഫീസിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നു, ഈ ഒരു വലിയ ഹാള് കംപ്ലീറ്റ്ലി ഡെസേർട്ടഡ് ആയിരുന്നു. വേറെ ഒരു ഗസ്റ്റും ഇല്ല, ഒരു കോൺവെർസേഷനും ഇല്ല. രാത്രി ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക്നെസ് ആണ്. അവിടെ ഇലക്ട്രിസിറ്റിയോ പ്രോപ്പർ ലൈറ്റിങ്ങോ ഒന്നുമില്ല. ആകെ കെയർ ടേക്കർ കൊടുത്ത ഒരു ലാമ്പ് മാത്രമാണ്, അത് ചെറുതായിട്ടേ കത്തത്തുള്ളൂ. അങ്ങനെ അംബേദ്കർ ഈ ഒരു ഹോട്ടലിനെ ഒരു ഗുഹ പോലെ കമ്പയർ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ഡഞ്ചിയോൺ പോലെ കമ്പയർ ചെയ്യുവാണ്. അതായത് ഒരു ഫിസിക്കലി ഇദ്ദേഹം കിടക്കുന്ന ഒരു പ്രിസൺ പോലെയായി. സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇംപ്രിസൺമെൻറ്റ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അപ്പോൾ ആരും താമസിക്കാൻ, ഹ്യൂമൻ ബീങ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും ആരെങ്കിലും വേണ്ട, പക്ഷെ ആരും ഇല്ലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും. ഇപ്പോൾ ലോൺലിനെസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഇദ്ദേഹം ബുക്സിലോട്ട് റിട്ടേൺ ചെയ്തു. അങ്ങനെ റീഡിങ്സ് ഇദ്ദേഹത്തിന് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു റെഫ്യൂജായിട്ട് മാറി. ബുക്സിൽ മാത്രമായി ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെയിൻഫുൾ സർക്കംസ്റ്റൻസസ് ഒക്കെ ഫൊർഗെറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹം രാത്രിയിലൊക്കെ നോക്കുമ്പോൾ വവ്വാല് പറക്കുന്ന കാണുന്നു ഈ ഒരു ഹോട്ടലിനകത്ത്. അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സൗണ്ടും ഇതൊക്കെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു അബ്നോർമൽ അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന കണ്ടീഷൻസിലോട്ട് അദ്ദേഹത്തിനെ അങ്ങ് മാറ്റി. മൈൻഡ് ഒരു ഫിയർ വരാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ. അങ്ങനെ അംബേദ്കർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ ഇദ്ദേഹത്തിന് തോന്നി തുടങ്ങി. പക്ഷേ ഇമോഷൻസൊക്കെ അദ്ദേഹം സപ്രസ് ചെയ്തു. കാരണം വേറെ ഒരു ഷെൽറ്ററും അദ്ദേഹത്തിന് കിട്ടത്തില്ല താമസിക്കാൻ. അങ്ങനെ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ മകൻ ഇദ്ദേഹത്തിനെ ബോംബെയിൽ നിന്നും ബാക്കിയുള്ള ലഗേജുമായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുവാണ്. അംബേദ്കറിൻ്റെ ലിവിങ് കണ്ടീഷൻസ് കണ്ടപ്പോൾ തന്നെ ഈ യങ് മാനിന് ഭയങ്കര സങ്കടം വന്നു. അയാൾ കരയാൻ തുടങ്ങി. സോ അംബേദ്കർ പെട്ടെന്ന് തന്നെ ആ പയ്യനെ തിരിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ അംബേദ്കർ ഒരു പാഴ്സിയുടെ പേരിൽ, കള്ളപ്പേരിൽ ഇങ്ങനെ താമസിക്കുവാണല്ലോ. സോ അതെല്ലാം കണ്ടപ്പോൾ ഈ പയ്യൻ എന്ത് പറ്റി, ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അങ്ങനെ അംബേദ്കർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. അതായത് പാഴ്സിയായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സൂണർ ഓർ ലേറ്റർ അദ്ദേഹത്തിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി ഡിസ്കവർ ചെയ്യും. സോ ആ പ്രോബ്ലം ലീഗലി സോൾവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ അക്കോമഡേഷന് വേണ്ടി സ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒരു അപ്പീൽ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഒഫീഷ്യൽസ് ചിലർ കണ്ടു, ചിലർ പിന്നെ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലോട്ട് ഭയങ്കര സ്ലോ ആയിട്ട് ആപ്ലിക്കേഷൻ പോകാൻ തുടങ്ങി, ഭയങ്കര ഡിലേ ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് സ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കാനുള്ള ആപ്ലിക്കേഷൻ. ആൻഡ് 11th ഡേയിൽ, ഒരു 11ാമത്തെ ദിവസം അംബേദ്കർ വർക്കിന് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങുന്നു. ബുക്സ് എല്ലാം ലൈബ്രറിയിലോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി എടുത്തു. ആരോ സ്റ്റെയർ കേസ് കയറുന്നൊരു സൗണ്ട് കേട്ടു. പുതിയ ഗസ്റ്റ് ആയിരിക്കും എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ട്രോങ് ആയിട്ടുള്ള ആംഗ്രി പാഴ്സി കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് വടിയും എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി അവർ മനസ്സിലാക്കി. സോ ഇദ്ദേഹത്തിനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം പാരഗ്രാഫ് 14 ഡിസ്കസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞു കൊടുത്തു.
ഈ മൊമെൻറ്റിൽ അംബേദ്കർ പേടിച്ച് തന്നെ നടന്നു. ഒരു 12 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ ഗ്യാദർ ചെയ്തു. ഒരു ക്രിമിനലിനെ പോലെ ഇദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഹൂ ആർ യു, വൈ ഡിഡ് യു കം ഹിയർ, എന്തിനാ പാഴ്സിനെയും എടുത്തത്, പാഴ്സി കമ്മ്യൂണിറ്റിയെ പൊല്യൂട്ട് ചെയ്തു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അംബേദ്കർ ഒന്നും മിണ്ടിയില്ല. ഒന്നും ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഫോൾസ് ഐഡൻറ്റിറ്റി എടുത്തതാണ്, എനിക്ക് വേറെ ക്രൂവലായിട്ടുള്ള ഇൻറ്റൻഷൻസ് ഒന്നുമില്ല. ആൻഡ് ഓൾസോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ക്രൗഡ് എന്തായാലും ഇദ്ദേഹത്തിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കൊല്ലും. സോ അദ്ദേഹം ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഹമ്പിളായിട്ടും പെരുമാറാൻ തുടങ്ങി. ഫൈനലി വൺ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുവാണ്, ഈ ഹോട്ടലിൽ നിന്ന് നിങ്ങൾ പോയേ പറ്റൂന്ന് പറയുവാണ്. ഹൗവർ അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഷെൽട്ടർ വാല്യുബിൾ ആണെന്ന് പറയുന്നുണ്ട്. വേറെ എങ്ങും പോകാനില്ല, കംപ്ലീറ്റ്ലി ഹോംലെസ് ആയി പോവും. അങ്ങനെ പാഴ്സി ആളുകളുടെ അടുത്ത് ഇദ്ദേഹം പ്ലീഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഒരാഴ്ചയെങ്കിലും ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് ബംഗ്ലാവിന് വേണ്ടി ഇദ്ദേഹം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരാരും അത് കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ അംബേദ്കർ എന്തായാലും ഇവിടുന്ന് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഈവനിങ്ങിനുള്ളിൽ തന്നെ പോയേ പറ്റൂ, അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞു. ഡിസിഷൻ ഫൈനലാണെന്ന് പറഞ്ഞു. അംബേദ്കർ കംപ്ലീറ്റ്ലി ഷാറ്റേർഡായി, അദ്ദേഹം ഹാർട്ട് ബ്രോക്കണായി. ആൻഡ് അദ്ദേഹം ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അത് ഓക്കെ, അതായത് ഇദ്ദേഹത്തിനൊരു ഷെൽട്ടർ ആയിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞാലും, പക്ഷെ അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ആളുകളല്ലേ പറഞ്ഞത്. അങ്ങനെ അംബേദ്കർ വേറെ സൊല്യൂഷന് വേണ്ടി ഡെസ്പറേറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഗവൺമെൻറ് അക്കോമഡേഷൻ പെട്ടെന്ന് കിട്ടുമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. സോ ഇദ്ദേഹം വിചാരിച്ചു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ടെമ്പററി ആയിട്ട് ഹെൽപ്പ് ചോദിക്കുക. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അൺടച്ചബിൾ കമ്മ്യൂണിറ്റിയിൽ, ബറോഡയിലെ അൺടച്ചബിൾ കമ്മ്യൂണിറ്റിയിൽ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. എല്ലാം ഹൈ കാസ്റ്റ് ഫ്രണ്ട്സും ഡിഫറെൻറ്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ഫ്രണ്ട്സുമായിരുന്നു. അദ്ദേഹം ആദ്യം ഒരു ഹിന്ദു ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്തു. പക്ഷേ ആളുകൾ, അപ്പം ഈ ഫ്രണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അതായത് അയ്യോ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, പക്ഷേ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ്ലി ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ, എൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ വന്നോളൂ, പക്ഷേ എൻ്റെ സെർവൻസ് അവിടെ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ കാണത്തില്ല എന്നിങ്ങനെ പറഞ്ഞു ആ ഹിന്ദു ഫ്രണ്ട്. ആൻഡ് ദെൻ അംബേദ്കർ നെക്സ്റ്റ് കൺസിഡർ ചെയ്തത് ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ ഫ്രണ്ടിനെ ആയിരുന്നു. ലൈഫ് സ്റ്റൈൽസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ നേരത്തെ അദ്ദേഹം റിജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ പോയി. അംബേദ്കർ ക്രിസ്ത്യൻ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുവാണ് അവിടെ സ്റ്റേ ചെയ്തോട്ടെ എന്ന്. ആൻഡ് ഏർലിയർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ലൈഫ് സ്റ്റൈൽസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അംബേദ്കർ തന്നെയാണ് ഡിക്ലൈൻ ചെയ്ത് ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ. പക്ഷേ നൗ ഭയങ്കര ഡെസ്പറേറ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഫ്രണ്ട് ഡയറക്റ്റായിട്ട് റെഫ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഇദ്ദേഹം പൊളൈറ്റ്ലി പറയുന്നുണ്ട്, നാളെ എൻ്റെ വൈഫ് വീട്ടിൽ വരുന്നുണ്ട്, സോ ഐ മസ്റ്റ് കൺസൾട്ട് വിത്ത് ഹർ ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ എന്ന് ആര് പറയുന്നുണ്ട്, ഈ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് പറയുന്നുണ്ട്. സോ അത് ആദ്യമേ നമുക്കൊരു റീസണബിൾ റെസ്പോൺസ് ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് അംബേദ്കറിന് മനസ്സിലായി എന്താണ്, ഇപ്പോൾ പാഴ്സി ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ഏത് റിലിജൻ ആണെന്നുണ്ടെങ്കിലും അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന കാര്യം എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൻ്റെ ഹെസിറ്റേഷൻ്റെ റിയൽ റീസൺ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഓൾദോ ഫ്രണ്ട് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ലിബറൽ ഐഡിയാസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും വൈഫ് ബ്രാഹ്മണിക്കൽ അപ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു സ്ത്രീയായിരുന്നു. സോ അവർക്ക് ഒരു അൺടച്ചബിളിൻ്റെ ഷെൽട്ടർ കൊടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഫൈനൽ ഹോപ്പും ഡിസപ്പിയർ ആയി. ലേറ്റ് ആഫ്റ്റർനൂൺ ആയിരുന്നു. സോ ഇദ്ദേഹത്തിന് എവിടെയും പോകാനില്ല. അങ്ങനെ ഹോട്ടൽ അല്ലെങ്കിൽ ആ ഒരു പാഴ്സി ഹോട്ടൽ ഈവനിങ് തന്നെ ഇദ്ദേഹം ലീവ് ചെയ്യണം. സോ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, തിരിച്ച് ബോംബെയിലോട്ട് പോകണോ അല്ലെങ്കിൽ ബറോഡ അബാൻഡൻ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ആര് നിൽക്കുവാണ്, അംബേദ്കർ നിൽക്കുവാണ്. ആൻഡ് ഇദ്ദേഹം ട്രെയിനിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ ട്രെയിൻ നൈറ്റിൽ മാത്രമേ ഉള്ളൂ. സോ അംബേദ്കർ 5 മണിക്കൂർ എങ്ങനെയെങ്കിലും സിറ്റിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ആൻഡ് ഹോട്ടലിലോട്ട് പോകാൻ ഇദ്ദേഹത്തിന് പേടി, ബിക്കോസ് പാഴ്സീസ് അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ച്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ ആരെയും ഒന്നും ഉപദ്രവിക്കേണ്ട എന്നുള്ള രീതിയിലും അദ്ദേഹം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാമാത്തി ബോഗ് എന്നുള്ളൊരു പബ്ലിക് ഗാർഡനിൽ ഇദ്ദേഹം ബാക്കിയുള്ള ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പേരൻസ്, മരിച്ചുപോയ പേരൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. കാരണം ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു. ആൻഡ് അംബേദ്കറും പിന്നീട് തിരിച്ചവിടെ പോയി ബാഗും ലഗേജും ഒക്കെ എടുക്കാൻ തിരിച്ച് ഹോട്ടലിൽ പോയി. അവിടെ വെച്ച് കെയർ ടേക്കറിനെ കണ്ടു. കെയർ ടേക്കറും അദ്ദേഹവും ഒന്നും സംസാരിച്ചില്ല. കെയർ ടേക്കർ അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് സൈലൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. സൈലൻ്റ് ആയിട്ട് അംബേദ്കർ ഡിപ്പാർട്ട് ചെയ്തു. ആൻഡ് അംബേദ്കർ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ഇദ്ദേഹം സാക്രിഫൈസ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത്, അതായത് 1914 to 1918 ആ ഒരു ടൈം പീരീഡിൽ ഇദ്ദേഹത്തിന് ഒരുപാട് ടീച്ചിങ് പൊസിഷൻസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അക്കാഡമിക് റെക്കോർഡ് ഇൻഫ്ലുവൻസ് ഭയങ്കര എക്സലൻ്റ് ആയതുകൊണ്ടും ലണ്ടനിൽ ഒരുപാട് കോൺടാക്ട്സ് ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റ് അങ്ങ് എടുത്താൽ മതിയായിരുന്നു ലണ്ടനിൽ വെച്ച്.
പക്ഷേ മഹാരാജ ഓഫ് ബറോഡയിലടുത്ത് അടുത്ത് അദ്ദേഹത്തിന് ഒരു ഒബ്ലിഗേഷൻ ഉള്ളതുകൊണ്ടും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫിനാൻസ് ചെയ്തതുകൊണ്ടും എന്ത് ചെയ്തു, ലോയൽറ്റി ഇവിടെ ആയതുകൊണ്ട് അദ്ദേഹം എന്താണ് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് അദ്ദേഹം നിർബന്ധം ആ ഒരു സിറ്റുവേഷനിലായിപ്പോയി. അപ്പോൾ 11 days പക്ഷേ ഇദ്ദേഹം ഇവിടെ തന്നെ നിന്ന് ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വന്നു, കാരണം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. ആൻഡ് ഈവൻ ആഫ്റ്റർ 18 years അംബേദ്കർ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്, പെയിൻഫുൾ ഇൻസിഡൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഒരു കൈൻഡ് ഓഫ് ഗ്രീഫാണ് മനസ്സിൽ വരുന്നത്. ആ ആംഗ്രി ക്രൗഡും പിന്നെ ഇദ്ദേഹത്തിനെ അടിക്കാൻ വന്ന ആളുകളും അവരുടെ അടുത്ത് ബെഗ് ചെയ്തതും അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും കണ്ണീര് കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹം ആലോചിച്ചെടുക്കുവാണ് ഈ ഒരു എസ്സയിലൂടെ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഒരു പ്രൊഫൗണ്ട് ലെസൺ തന്നെ പഠിപ്പിച്ചു. എന്താണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഹിന്ദുസിന് മാത്രമുള്ള കാര്യമല്ല, എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹിന്ദുവിന് അൺടച്ചബിൾ ആയിട്ടുള്ള ആൾ പാഴ്സിക്കും അൺടച്ചബിൾ തന്നെയാണ്. അതാണ് ഈ ഒരു എൻറ്റയർ എസ്സയുടെ സെൻട്രൽ മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടൊരു കാര്യമല്ല, അതൊരു സോഷ്യൽ പ്രാക്ടീസായിട്ട് മാറുവാണ്. എല്ലാ കമ്മ്യൂണിറ്റീസിലും അതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ടോണിൽ എഴുതിയ ഒരു കൈൻഡ് ഓഫ് എസ്സേ ആണിത്. അപ്പോൾ ഹേട്രഡ് സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം അംബേദ്കർ പറയുന്നത് വെച്ചാൽ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ക്രൂവൽറ്റിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാം ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റൈലിലാണ് എഴുതുന്നത്, ഭയങ്കര ഇമോഷണലി മൂവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു എസ്സേ പോയേക്കുന്നത്. ഓക്കെ, അതായത് എ പേഴ്സൺ ഹൂ ഈസ് എൻ അൺടച്ചബിൾ ടു എ ഹിന്ദു ഈസ് ഓൾസോ ആൻ അൺടച്ചബിൾ ടു എ പാഴ്സി. ഇതാണ് ഈ ഒരു എൻറ്റയർ എസ്സേയുടെ എന്തെന്ന് പറയുന്നത് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പേഴ്സണൽ മെമ്മറിയാണ്, പക്ഷേ അദ്ദേഹം ഇതിനെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സോഷ്യൽ ക്രിറ്റിസിസം ആക്കി അദ്ദേഹം ഈ ഒരു എസ്സേ അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത്.